പലവിധ ഭയങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ മാറാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ കരുണയുള്ള ഉറപ്പ് നമുക്ക് അനുഭവിക്കുവാൻ ഈ ദിവസം നമുക്ക് ഇടയാകട്ടെ. തനിമയിലേക്ക് എന്ന ഈ പഠനം നമ്മെ അതിന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 1-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ അങ്ങനെ അല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ദുഷ്ടന്മാർ അങ്ങനെയല്ല. എങ്ങനെയല്ല? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നീതിമാന്മാർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവരെക്കുറിച്ച് വിശദീകരിച്ച ശേഷമാണ് പറയുന്നത്. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവരെപ്പോലെ അല്ല. ദുഷ്ടന്മാരുടെ സ്വഭാവം കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. ചെറിയൊരു കാറ്റ് മതി പതിര് ചലിക്കുവാൻ. എന്നാൽ അതിന് മുമ്പ് പറയുന്നതോ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ ആചരിക്കുന്നവരെക്കുറിച്ച് പറയുന്നത് അവർ ഇളക്കമില്ലാതെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാണ്. അവർക്ക് അതിന് മാറ്റമില്ല. ആറ്റരികത്ത് കാലാവസ്ഥയുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകാം. മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാം. ആ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു വരുന്ന വെള്ളത്തിലും എക്കലിലും ധാരാളം വളക്കൂർ ഉണ്ട്. അതിനെയൊക്കെ ആഗിരണം ചെയ്തുകൊണ്ട് ആറ്റുതീരത്ത് വളരുവാൻ സാധിക്കും. എന്നാൽ വേനൽക്കാലത്ത് വെള്ളം വറ്റി, ആറ്റിലെ വെള്ളവും വറ്റി, അപ്പോൾ അതിൻ്റെ വേരുകളെ നീട്ടിക്കൊണ്ട് സമീപത്തുള്ള ഉറവയിലേക്ക് വേരുകളെ നീട്ടി അവയിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ സാധിക്കും. ഫലമോ ഒരിക്കലും ഉണങ്ങുകയില്ല, ഇലവാടുകയില്ല. അതുപോലെയുള്ള വൃക്ഷമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം മനസ്സിലാക്കി ഗ്രഹിച്ച് അതിനെ അനുസരിക്കുന്നവരെ വലിയ വടവൃക്ഷമായി തീരും. എന്നാൽ ദുഷ്ടന്മാർ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് വലിയ വിലയൊന്നും കൊടുക്കാതെ എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ള മനോഭാവത്തോടെ ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെക്കുറിച്ച് പറയുന്നു, അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. കാറ്റ് പാറ്റുന്ന പതിര് മുൻകാലങ്ങളിൽ നമുക്കൊക്കെ വളരെ പരിചിതമായിരുന്നു. കാർഷിക മേഖല വളരെ പ്രബലമായിരുന്ന സമയത്ത് ഈ പതിര് വേർതിരിക്കുന്നത് സാധാരണ ഒരു കാഴ്ചയായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് മെതിച്ച് ആ മെതിച്ച് കൂട്ടുന്ന നെല്ലെല്ലാം ഉണങ്ങിയെടുക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ ആണ് ഈ പതിര് വേർതിരിക്കുന്നത്. അവിടെ ഒരാൾ ഉയരത്തിൽ നിന്നും ഒരു കൊട്ടയ്ക്കകത്ത് നെല്ല് കൂര കൂട്ടിയിരിക്കുന്നിടത്ത് നിന്ന് വാരി മറ്റൊരിടത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ സാധാരണ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന കാഴ്ച, അവിടെ ചുറ്റിനും കുറേ ആളുകൾ നല്ല വീശുമുറവുമായിട്ട് നിൽക്കും. വളരെ ബലത്തോടെ ആഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും അവരുടെ മുറം കൊണ്ട് അവർ വീശും. അപ്പോൾ ഈ കാറ്റത്ത് പതിര് ദൂരെയോട്ട് പോകും. നല്ല വന്ന് കൂടേണ്ട സ്ഥാനത്ത് കൂടുകയും ചെയ്യും. കാറ്റ് പാറ്റുന്ന പതിര് പോലെ ദുഷ്ടന്മാരുടെ ജീവിതം. അതിനെന്നാ കുഴപ്പമല്ലേ? അതിൻ്റെ കുഴപ്പമാണ്
നാം മനസ്സിലാക്കേണ്ടത്. കാറ്റ് പാറ്റുന്ന പതിരെന്ന് പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് വീണെങ്കിൽ ആ പതിര് ദൂരെയോട്ട് ഈ കാറ്റത്ത് മാറിപ്പോവുകയുള്ളൂ. കൊട്ടയ്ക്കകത്തോ ചാക്കിനകത്തോ മുറത്തിനകത്തോ കിടക്കുകയാണെങ്കിൽ ഈ പതിര് നെല്ലിനകത്ത് തന്നെ കിടക്കും. ജീവിതത്തിൽ ഉയർച്ച വരുന്തോറും പതിരും നെല്ലും വേർതിരിക്കുവാൻ എളുപ്പമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ജീവിതത്തിൽ ഉയർച്ച വരുന്തോറും നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാനുള്ള ഒരു കടമയാണ് ദൈവഭക്തന് ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഉദാഹരണമാണ് 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം. എല്ലാ 365 ദിവസവും ഫലം കായ്ക്കുന്നതല്ല ജീവിത വിജയം. തക്ക കാലത്ത് അതിന് പ്രത്യേക സമയമുണ്ട്. ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ ആ വൃക്ഷം ഫലം കായ്ക്കുകയുള്ളൂ. എന്നാൽ ജീവിതത്തിൽ എന്നും വിജയം കണ്ടെത്തണം, ഞാൻ ഉന്നതമായ നിലയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ജീവിത പ്രമാണങ്ങളെയൊക്കെയും തട്ടിമാറ്റിക്കൊണ്ടാണ് അവരുടെ മുന്നേറ്റം. ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഉയരുവാൻ ദൈവവചനം നമുക്ക് വളരെയധികം ധാരാളം പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവയെ നാം പഠിക്കുക, അത് ഗ്രഹിക്കുക, അത് പ്രാവർത്തികമാക്കുക. നമ്മുടെ ബന്ധങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ കടപ്പാടുകൾ തമ്മിൽ മനസ്സിലാക്കൽ. മനുഷ്യൻ ഏകനായിട്ട് ജീവിക്കുവാനല്ല, അവൻ സമൂഹമായിട്ട് ജീവിക്കുവാനുള്ളവനാണ് എന്നുള്ള അവബോധം ഈ സമൂഹത്തെ ഒന്നിച്ച് മുന്നേറുവാൻ സഹായിക്കണമെങ്കിൽ അന്യോന്യമുള്ള ജീവിതത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനുമുള്ള കഴിവ് ആർജിക്കണം. ഇവയൊക്കെയും നമുക്ക് തിരുവചനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, സമൂഹത്തിൽ വലിയ മണ്ടന്മാരെയൊക്കെ നമ്മൾ അവഗണിക്കും. എന്നാൽ ദൈവവചനത്തിൽ എന്താ അതല്ല പറയുന്നത്? യഹോവ അല്പബുദ്ധികളെ പരിപാലിക്കും. ആ പരിപാലിക്കുന്ന അല്പബുദ്ധികളെ കൊണ്ടായിരിക്കും സമൂഹത്തിന് ഒരുപാട് നന്മയുണ്ടാകുന്നത്. അവർക്ക് പേരും പ്രശസ്തിയും ഒന്നും ഇല്ല, പക്ഷേ അവരെക്കൊണ്ട് വളരെയധികം നന്മയുണ്ടാകും. ഒരു സദ്യ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ അടുപ്പിൽ വിറകിനോടും കരിയോടും ഒക്കെ മല്ലടിച്ച് ശരീരമെല്ലാം കരി പിടിപ്പിച്ച് പുകയേറ്റ് കഴിയുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ടെങ്കിലേ നമ്മുടെ റിസപ്ഷൻ ഹാളിൽ നല്ല ഭക്ഷണം വരികയുള്ളൂ. ഇപ്പം നമുക്ക് എവിടെയും കഴിവ് കുറഞ്ഞവരെ, ബലം കുറഞ്ഞവരെ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഓർക്കുന്നൊരു സംഗതിയുണ്ട്. ഞാൻ ബഥേലാശ്രമത്തിൽ ചുമതല വഹിക്കുമ്പോൾ അന്നത്തെ ബിഷപ്പ് പറഞ്ഞു, ആളുകളെ എടുക്കണം, എല്ലാവരെയും ഡിഗ്രിക്കാരെ എടുക്കണം. അപ്പോൾ അന്നത്തെ ബഥേലാശ്രമത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുകയും അവരൊക്കെയും ആരോഗ്യമില്ലാത്തവരിൽ മിക്കവരും ചൊറി ചരങ്ങുകളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഡിഗ്രി ഉള്ളവരെ മാത്രം നമ്മൾ എടുത്താൽ ഈ ചൊറി പിടിച്ച പിള്ളേരെ കുളിപ്പിക്കാൻ ആളുകളെ കിട്ടുകയില്ല. നമ്മുടെ ശുശ്രൂഷയാണ്. നമുക്കെല്ലാവരെയും ആവശ്യമാണ്. സമൂഹത്തിൽ ആരെയും മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം വലിയ വടവൃക്ഷവും
നിലത്ത് കിടക്കുന്ന വള്ളിപ്പടർപ്പുകളെയും സൃഷ്ടിച്ചത്. ഈ നിലത്ത് കിടക്കുന്ന വള്ളിപ്പടർപ്പുകളായിരിക്കും വീര്യമുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ. പല രോഗങ്ങൾക്കും അവ പ്രയോജനമാണ്. വടവൃക്ഷം തടിക്ക് മാത്രമായിരിക്കും കൊള്ളുന്നത്. ഓരോന്നിനും അതതിൻ്റേതായ പ്രയോജനമുണ്ട്. എല്ലാറ്റിനെയും സമഞ്ജസമായിട്ട് പരിപാലിക്കുന്നതാണ് ദൈവിക പരിപാലനം. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ നമ്മെ തന്നെ മറന്നു പോകരുത്. അതാണ് ദുഷ്ടന്മാരുടെ അനുഭവം. ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നോ, ഒരല്പ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നോ, തന്നെ മറന്നു പോവുക. പിന്നെ ഉള്ള പ്രവർത്തനം മുഴുവനും നശീകരണത്തിൻ്റെ പാതയില്ല, അവസാനം നാശത്തിൽ വന്ന് ഭവിക്കും. എസ്ആറിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു ഹാമാനെ കാണുന്നുണ്ട്. ഹാമാൻ്റെ ജീവിതത്തിൽ ഹാമാന് ഉയർച്ച ലഭിച്ചു. ആ ഉയർച്ച ലഭിച്ചത് ഹാമാൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീർന്നു. കാരണം രാജാവിനൊപ്പം ഇരിക്കുവാനുള്ള പദവി, രാജാവിനോട് തുല്യമായ ഏകദേശം തുല്യമായ സ്ഥാനമാനങ്ങൾ, ഇവയൊക്കെയും ലഭിച്ച ഹാമാൻ തൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ ഒരു സമൂഹത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യുവാനാണ് പദ്ധതിയിട്ടത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥ. നാം ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്തുകളെ മനസ്സിലാക്കാതെ പെട്ടെന്ന് വികാരവിക്ഷോഭിതരായി ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. കാലക്രമത്തിൽ മാത്രമേ അതിൻ്റെ അനന്തരഫലം നാം മനസ്സിലാക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനും മാനിക്കുവാൻ, അതിനെയൊക്കെയും പരിപാലിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഒരാൾ നടുന്നു, ഒരാൾ നനയ്ക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും ഇതിനെ വഴിമാറാക്കുന്നില്ല. ദൈവം വളർത്തിയെങ്കിലേ വളരുകയുള്ളൂ. നടുവാൻ നമുക്ക് അവസരം ലഭിച്ചതുകൊണ്ട് നാം എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കരുതേണ്ട. അതിനെ നനയ്ക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതുകൊണ്ട് നാം ഒരു മഹത്തായ ഒരു കാര്യവും ചെയ്യുന്നില്ല. വളർച്ച ലഭിക്കുന്നു. അതിന് ദൈവം ആകാശത്തു നിന്ന് സൂര്യൻ്റെ പ്രകാശവും മഴയും മഞ്ഞും നൽകിയെങ്കിലേ സാധിക്കുകയുള്ളൂ. ദൈവിക പരിപാലനയിൽ മാത്രമേ ഏത് കാര്യവും ഉയർച്ച പ്രാപിക്കുകയുള്ളൂ. ഹാമാന് ജീവിതത്തിൽ ഉയർച്ച വന്നപ്പോൾ അവൻ ചുറ്റുപാടുകളെ മറന്നു. സ്വന്തം വ്യക്തിപരമായ താല്പര്യം അവനിൽ പൊന്തി വന്നു. അതിൻ്റെ ഫലമായി തൻ്റെ മുൻപിൽ വണങ്ങാത്ത മൊർദെഖായി എന്ന യഹൂദനോടുള്ള വൈരാഗ്യം അവനിൽ നുരഞ്ഞു പതഞ്ഞു. ഹാമാനത് തൻ്റെ ഭവനത്തിൽ മറ്റുള്ളവരുമായി പങ്കിട്ടു. മറ്റുള്ളവരും സമാന ചിന്താഗതികൾ ഉള്ളവർ, അവരും അതിനോട് അനുകൂലിച്ചു മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യുവാൻ. എന്തു ചെയ്യണം? പദ്ധതികൾ അവർ തയ്യാറാക്കി. എന്നാൽ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതിന് ഏത് അല്പബുദ്ധിയെയും പരിപാലിക്കുന്ന ദൈവമാണ്. ഇതൊന്നും അറിയാതെ മൊർദെഖായി രാജാവിൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ ചുമതലയിൽ തുടർന്നുകൊണ്ടിരുന്നു. അവിടെ ദൈവം അവനെ പരിപാലിക്കുമെന്നുള്ള അപൂർണമായ നിശ്ചയം, ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും താൻ വണങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ, ആ പ്രമാണത്തോട് അവൻ മുറുകെ പിടിച്ച് തൻ്റെ ജോലികൾ അവൻ തുടർന്നു. അവൻ്റെ ചാർച്ചക്കാരിയായ എസ്തേറിനെ അവൻ വിവരം അറിയിച്ചു. ഹാമാൻ്റെ ദുഷ്ടപദ്ധതികളെക്കുറിച്ച് മൊർദെഖായി എസ്തേറിനോട് വിവരം അറിയിച്ചു. എസ്തേറിനും ദൈവം അതിനാവശ്യമായ ആലോചന കൊടുത്തു.
ആ ആലോചനയ്ക്ക് പിൻപിലും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 3 ദിവസം എസ്തേറും കൂട്ടരും ഉപവാസത്തോടെ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. എടുത്ത് ചാടി പ്രവർത്തിക്കുകയല്ല ഒരു പ്രശ്നത്തിനും ഉത്തരം. എടുത്ത് ചാടി പ്രവർത്തിക്കുന്നത് കാറ്റടിക്കുന്ന പറന്നു പോകുന്ന പതിര് പോലെയാണ്. അല്ല, തക്ക സമയത്ത് ഫലം കായ്ക്കേണ്ടത് ആ സമയത്തിനായിട്ട് കാത്തിരുന്നു അതുവരെ അതിനായുള്ള ഒരുക്കമാണ്. ആത്മീയമായും മാനസികമായും തന്നെ ഒരുക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവമക്കളുടെ ആലോചനയിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമുക്ക് കാര്യങ്ങളെ തീരുമാനിച്ച് മുൻപോട്ട് പോകാം. ഹാമാൻ്റെ ജീവിതത്തിൽ പറ്റിയ പരാജയം അതാണ്. തനിക്ക് ലഭിച്ച ആ ശ്രേയസ്സിൽ അഹങ്കരിച്ചു പോയി. ഇനി തന്നെ ചോദ്യം ചെയ്യുവാൻ, ഇനി തന്നെ കീഴ്പ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. താൻ പറയുന്നത് എന്ത് രാജാവ് സമ്മതിക്കുന്നു. താൻ ചെയ്യുന്നതിനോടൊക്കെ രാജാവ് അനുകൂലിക്കുന്നു. രാജാവ് കൂടെയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? അല്ലല്ല, രാജാവ് രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി. രാജാവിന് ഉറക്കമില്ലാത്തൊരു രാത്രി ഉണ്ടായി. ആ രാത്രിയിൽ രാജാവ് തൻ്റെ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുവാൻ ആരംഭിച്ചു. കഴിഞ്ഞകാല ജീവിതത്തിൽ തൻ്റെ സംഭവിച്ചതൊക്കെ ഒന്ന് ശോധന ചെയ്യുവാൻ താൻ തീരുമാനിച്ചു. അവിടെ താൻ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്തില്ല എന്ന് രാജാവിന് മനസ്സിലായി. ദുഷ്ടന്മാരായ കൊട്ടാര ദാസന്മാരുടെ പദ്ധതികളിൽ നിന്ന് തന്നെ വിട്ടുവീഴ്ച മൊർദെഖായി എന്നൊരു മനുഷ്യനെ അവന് യാതൊരു പ്രതിഫലവും കൊടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി. ആ മൊർദെഖായിക്ക് എന്താണ് പ്രതിഫലം കൊടുക്കേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ച് രാജാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാമാൻ അവിടെ വന്നു. ഹാമാനോട് രാജാവ് ബഹുമാനിക്കുന്ന ആളിന് എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ പറയുന്നു, രാജവസ്ത്രം ധരിപ്പിച്ച് രാജാവ് ബഹുമാനിക്കുന്ന ആളെ ഇങ്ങനെ ചെയ്യും. രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണത്തിലൊക്കെയും കൊണ്ട് നടക്കണം. അപ്പോൾ ഹാമാൻ കരുതി, തന്നെയല്ലാതെ രാജാവ് ആരെയാണ് ബഹുമാനിക്കുന്നത്? തന്നെക്കുറിച്ച് തന്നെ അങ്ങ് അമിതമായ പ്രതീക്ഷ പതിര് പോലെ പൊങ്ങുന്നു. ഒരല്പം ബഹുമാനം ലഭിച്ചപ്പോഴത്തേക്കിന് തന്നെ അല്ലാതെ രാജാവ് ആരെയാണ് ബഹുമാനിക്കുന്നത് എന്ന് കരുതിയ ഹാമാൻ ഈ കാര്യം രാജാവിനോട് പറഞ്ഞു, നീ പോയി അതുപോലെ മൊർദെഖായിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ ഹാമാൻ്റെ വീഴ്ച ആരംഭിച്ചു. ഇനി ഹാമാന് രക്ഷയില്ലെന്നുള്ളത് മനസ്സിലാക്കി. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. ദൈവിക പരിപാലനയെ, ദൈവത്തിൻ്റെ സൃഷ്ടികളെയൊക്കെയും ദൈവം സ്നേഹിക്കുന്നു. അല്പ ഉയർച്ചയിൽ അഹങ്കരിച്ചു പോകരുത്. അല്പസമ്പത്ത് വരുമ്പോൾ നമ്മുടെ കടമകളെ മറന്നു പോകരുത്. അല്പസ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ എളിയവനെ ആദരിക്കുന്ന ആ പ്രവണത ത്യജിച്ചു കളയരുത്. എളിയവനെ ആദരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവനന്നേരം ഓർക്കുന്നില്ല അവന് അനർത്ഥം വരുമെന്ന്. ഹാമാൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആരെ? എളിയവനെ ആദരിക്കുന്നവനെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് രൂപാന്തരമാണ് വരേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഏത് വൃക്ഷമാണെങ്കിലും അതിൻ്റെ ബലം അദൃശ്യമായ അതിൻ്റെ വേരുകളിലാണെന്നുള്ളത് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്.
ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ വേര് മണ്ണിന് പുറത്ത് കണ്ടാൽ നമ്മുടെ പ്രായമുള്ള ആളുകൾ പറയുമായിരുന്നു, ഈ വൃക്ഷത്തിൻ്റെ ആയുസ് തീരാറായി, അടുത്ത മഴയ്ക്ക് അടുത്ത കാറ്റിന് ഇത് നിലം പതിക്കും. ഇത് ഉറച്ചു നിൽക്കണം, വേരുകൾ അദൃശ്യമാകണം. മണ്ണിനകത്തൂടെ ആ വേര് ഓടി ആവശ്യമായ വളം, വെള്ളം ഇവയൊക്കെ ശേഖരിച്ച് വൃക്ഷത്തിന് കൊടുക്കണം. വേരുകൾ ബലഹീനമായാൽ വൃക്ഷത്തിൻ്റെ ബലവും ശക്തിയും ആയുസ്സും ക്ഷയിച്ചു. ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. ആകാശത്തിലേക്ക് ഉയരുമ്പോൾ, കാറ്റ് പാറ്റുമ്പോൾ ഉയരും, ഒന്ന് പറക്കും. പക്ഷേ അതിൻ്റെ നാശം ഈ പതിരെല്ലാം കൂട്ടി തീയിലിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ വളരാനായിട്ട് അനുവദിക്കുന്നില്ല, വിതയ്ക്കാനത് ഉപയോഗിക്കുന്നില്ല. തീ കൂട്ടി അത് ചാരമായി പോവുക മാത്രമാണ്. നമ്മുടെ ജീവിതം ഫലകരമാകുവാൻ, അർത്ഥവത്താകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം.